എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IFB ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ACLO എറർ. നമ്മൾ ഓൺ ചെയ്ത ഉടനെ ഈ ഒരു എറർ വന്ന് ഇങ്ങനെ അടിച്ച് നിൽക്കും. വേറെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും തന്നെ വർക്ക് ചെയ്യത്തില്ല. ഈ ഒരു എററിൽ തന്നെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നതെന്നും എങ്ങനെയാണ് ഇത് നമ്മൾ റിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി നീളം കൂടിയ 2 ടൈപ്പ് ബോർഡാണ്. ഒരു ബോർഡ് നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയായിട്ടാണ് ഇതിൻ്റെ ഒരു ബോർഡ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് പ്രഷർ സെൻസർ കണക്റ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ PR5 എന്നുള്ള എറർ വരും. പ്രഷർ സെൻസർ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള എറർ കാര്യങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ അതിനുവേണ്ടി പ്രഷർ സെൻസർ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്, പവർ സപ്ലൈ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൽ ആ ഒരു എറർ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്യണം, പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഇതാണ് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ AC വോൾട്ടേജ് ലോ എന്നുള്ള ആ ഒരു സിഗ്നൽ ഇവിടെ വരും. ഓക്കെ, ഈ ഒരു എററാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഇതിനകത്തുനിന്ന് മാറ്റാമെന്ന് നോക്കാം. അതിന് ഈ ഒരു പവർ ബോർഡിലാണ് ഇതിൻ്റെ ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ഒരു ബോർഡിനകത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ACLO ACHI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻപുട്ട് സപ്ലൈ വരുമ്പോഴത്തേക്ക് ഈ ഇൻപുട്ട് സപ്ലൈയിലുള്ള വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഈ പ്രോസസ്സറിന് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സർക്യൂട്ട് ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ലൈനിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ട് അതിനെ വോൾട്ടേജ് ഡിവിഷൻ ചെയ്ത് ഹൈയും ലോയുമായിട്ട് നമ്മുടെ പ്രോസസ്സറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന വോൾട്ടേജ് മിസ്സിങ്ങിലാണ് ഈ ഒരു എറർ നമുക്കിപ്പോൾ ഇവിടെ വരുന്നത്. ആ ഒരു സർക്യൂട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് വരുന്നതിനെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു റെസിസ്റ്റൻസാണ് ഇത്. 560 കിലോ ഓംസിൻ്റെ റെസിസ്റ്റൻസാണ്, 1 വാട്ട് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ഒന്ന് ഓപ്പൺ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വോൾട്ടേജ് ഡിവിഷനിലൊരു ഡയോഡുണ്ട്, ആ ഡയോഡ് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് പൊളിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് നല്ലതാണോ, വാല്യൂ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ എടുത്ത് അത് ഓംസ് മോഡിൽ ഇടുക. ഇത് എൻ്റെ മൾട്ടിമീറ്റർ ഇപ്പോൾ ഓംസ് മോഡിലാണ് കിടക്കുന്നത്. ഇത് മൾട്ടിമീറ്ററിൽ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ റീഡിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം. ഈ ഒരു റെസിസ്റ്റൻസിൽ യാതൊരുവിധ വാല്യൂയും കാണിക്കുന്നില്ല, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ പ്രോബ്ലം. ഇവിടുത്തെ വാക്സ് നമ്മളൊന്ന് ഇളക്കിയെടുക്കുക 2 സൈഡിലേയും. അതിനുശേഷം ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഇളക്കിയെടുക്കുകയാണ്. ഈ റെസിസ്റ്റൻസ് എൻ്റെ അറ്റം വെച്ചും കട്ട് ചെയ്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം പുറത്ത് വെച്ച് ഞാൻ ഇതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് പുറത്ത് വെച്ചിട്ടും ഓപ്പൺ ആണ്. അതായത് 560Kയുടെ ഈ ഒരു റെസിസ്റ്റൻസ് നമുക്കിവിടെ ഓപ്പൺ ആണ്. ഇനി ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് ഇരുന്ന അതിൻ്റെ 2 ലെഗ് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ലെഗിലാണ് നമ്മൾ പുതിയ ഒരു റെസിസ്റ്റൻസ് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 560Kയുടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. .562 മെഗാവും, അതായത് 560 കിലോ ഓംസിലാണ് ഈ ഒരു റീഡിങ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ അളവിനുള്ള ഇതെടുത്തിട്ട് അതിൻ്റെ ലെഗുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. എനിക്ക് ഈ ഒരു അളവിലുള്ള ഇത് മതിയാവും. അതിനുശേഷം ഈ ഒരു
റെസിസ്റ്റൻസ് നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നമുക്ക് വളച്ച് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വളഞ്ഞിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, ആ എറർ മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ഇനി ഞാൻ പവർ കൊടുത്തൊന്ന് ഓൺ ചെയ്യാണ്. ഓക്കെ, പവർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഓണായി. പ്രഷർ സെൻസർ കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിട്ടില്ല. പ്രഷർ സെൻസർ കറക്റ്റായിട്ട് ഒന്ന് കണക്ഷൻ കൊടുക്കട്ടെ. ഓക്കെ, ഇനി ഒന്നും കൂടെ ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രഷർ സെൻസർ കണക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ബട്ടൺ ഇതാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് ഇവിടെ AC ലോ വരുന്നുണ്ട്, ഇപ്പോൾ ഡോർ സ്വിച്ചിൻ്റെ എറർ വരുന്നുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും മാറിയെ പിടിക്കുകയൊന്നുമില്ല. ഡോർ സ്വിച്ചിൻ്റെ AC ലോ എന്നുള്ള ആ ഒരു എററാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ മോഡൽ എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഡോർ സ്വിച്ചിൻ്റെ എറർ വരുന്നതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡോർ സ്വിച്ച് ഇതിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടിട്ടാണ് ഈ ഒരു എറർ നമുക്കിവിടെ വരുന്നത്. IFBയുടെ ഈ ഒരു ടൈപ്പ് മോഡലിൽ മാത്രമാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരുന്നത്. ബാക്കി എല്ലാത്തിലും, ബാക്കി വരുന്നതിലൊക്കെ രണ്ട് മൂന്നെണ്ണത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഈ റെസിസ്റ്റൻസ് വരത്തില്ല. അതിന് പകരം ഇത് 2 റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് ഓരോ മോഡലിനെ വ്യത്യാസപ്പെടുത്തിയിരിക്കും. മിക്ക ടോപ്പ് ലോഡുകളും, IFBയുടെ ടോപ്പ് ലോഡിലും ഈ ഒരു മോഡൽസിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരാറുണ്ട്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ 2 ക്വാർട്ടർ വാട്ടിൻ്റെ 2 റെസിസ്റ്റൻസാണ് അതിൽ വരുന്നത്. ഒന്ന് AC ഹൈയും ഒന്ന് AC ലോയ്ക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് മാത്രമായിരുന്നു ഇവിടെ ഡാമേജസ് ഉണ്ടായിരുന്നത്, ഓപ്പൺ ആയി പോയിരുന്നത്. ഇപ്പോൾ മാറി, ഈ ഒരു ആ ഒരു എറർ ഇതിനകത്തുനിന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.